അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിന്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യോവേൽ പ്രവചനം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ദൈവം തന്റെ സഭയെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ തന്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ, തുള്ളനും വെട്ടുക്കിളിയും നശിപ്പിച്ച ആ സംവത്സരങ്ങൾക്ക് അവർക്ക് 7 ഇരട്ടിയായി മടക്കി കൊടുക്കുന്നുവെന്ന്, പകരം ചെയ്യുന്നുവെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. നിന്റെ ലൈഫിൽ നഷ്ടമായതിനെ മടക്കി തരുന്നു. ഇന്ന് ഈ വാക്യം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തോടും കർത്താവ് ചിലത് സംസാരിക്കുവാനിടയാകും. ആ ദൈവിക ഉദ്ദേശം എന്താണ് എൻ്റെ ലൈഫിൽ ചെയ്യുന്നതെന്ന്, എന്താണ് കർത്താവ് എൻ്റെ ലൈഫിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. Let's turn to Joel chapter 2 verse 28. യോവേൽ 2:28 നമുക്ക് പോകാം. The word in Malayalam says adinasheshamo. In English says and it shall come to pass over afterward. That means Joel is trying to say something is going to happen. യോവേൽ പറയുന്നത് എന്തോ സംഭവിക്കാൻ പോകുന്നു, ചിലത് സംഭവിക്കാൻ പോകുന്നു. Are you following me? Read your Bible. And it shall come to pass afterward. അത് നടക്കുവാനായി തുടങ്ങുന്നു. That means he is trying to say before that something is happened. നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്തോ ഒന്ന് മുമ്പേ സംഭവിച്ചു. That area Christian, they will blind the Christian. ആ സ്ഥലത്ത് പിശാച് നമ്മുടെ കണ്ണിനെ അടച്ചു കളയാനിടയായി. Next word it is written, I poured out my spirit upon all flesh. അടുത്തത് എഴുതിയിരിക്കുന്നത്, ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. Peter, when the day of Pentecost, Peter stood up and said, പെന്തക്കോസ്ത് നാളിൽ പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, the last days അവസാന നാളിൽ I pour out my spirit. ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. That means the same scripture, when he caught up, he said, this is the last days. ഈ വചനം പത്രോസ് അത് പറയുന്ന സമയത്ത് അത് അന്ത്യകാലം എന്ന് പത്രോസ് പറയാനിടയായി. But he never mentioned what happened before the anointing of the pour out, anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ചലനം സംഭവിക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് അവിടെ പത്രോസ് പറയാനിടയായില്ല. We ignore about it. അവൻ അതിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. What God is trying to say, അവിടെ എന്താണ് ദൈവം പറയാനിടയാകുന്നത്? He is trying to say from Joel chapter 2 verse 18. He is trying to say something from Joel chapter 2 verse 18. യോവേൽ 2:18 ദൈവം ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു. The Lord will be jealous of his land. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീക്ഷ്ണത കാണിച്ചു തന്റെ ജനത്തെ ആദരിച്ചു. In the Malayalam word is nice.
he honored the people. It is written like that. മലയാളത്തിൽ അത് ബഹുമാനിച്ചു എന്നാണ് കാണിക്കുന്നത്, ആദരിച്ചു എന്നാണ്. In English, it is written so many translation in different translations say different things. One is compassion on his people. ഇംഗ്ലീഷിൽ അത് വ്യത്യസ്തമായ രീതിയിലാണ് അത് Pity on his people. ജനത്തിന് വേണ്ടി കമ്പാഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. But it is written, God honor his people. ദൈവം അവനെ ബഹുമാനിച്ചെന്നാണ് പറയുന്നത്. From there, God start to share what he is going to do. അവിടെ നിന്നാണ് ദൈവം പറഞ്ഞത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. You have to listen that also. നമ്മൾ അതുകൂടെ കേൾക്കേണ്ടത് ആവശ്യമാണ്. In Joel chapter 2 verse 25. യോവേൽ 2:25. And I will restore or replace for you the years that locust has eaten. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന മഹാസൈന്യമായ വെട്ടിക്കളിയും വിട്ടിലും തുള്ളലും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകരം നൽകും. It is written, I will restore. ഞാൻ അതിന് പകരം നൽകും. Another translation says, I will replace. ഞാൻ പുനഃസ്ഥാപിക്കും. What you lost, the God will replace the same thing or better thing for them, same thing for that. എന്താണ് നിനക്ക് നഷ്ടപ്പെട്ടത് അതിന് പകരമായി അതുപോലെയോ അല്ലെങ്കിൽ അതിലും ശ്രേഷ്ഠമായതോ നിന്നെ പുനഃസ്ഥാപിക്കുമെന്നാണ് ദൈവം പറയാനിടയായത്. Jesus never say, I will go back to the enemy's camp and take what you lost from the enemy camp and give back to you. He never say like that. ദൈവം പറഞ്ഞില്ല നീ ശത്രുവിന്റെ പാളയത്തിൽ പോയി നിനക്ക് എന്താണ് അവിടെ നഷ്ടപ്പെട്ടത് അത് ഞാൻ വീണ്ടെടുത്തുകൊണ്ട് നിനക്ക് തരാമെന്ന് ദൈവം പറഞ്ഞില്ല. He say, I'm restoring means he will going to give something supernatural for you. ദൈവം പറയുന്നത് ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി പുനഃസ്ഥാപിച്ച് തരാൻ പോകുന്നതെന്നാണ്. Word 26. 26ാമത്തെ വാക്യം. I will have plenty to eat and be satisfied. നിനക്ക് വേണ്ടുവോളം തൃപ്തിയായി. Hallelujah. ഒന്ന് പറഞ്ഞേ വേണ്ടുവോളം തിന്ന് തൃപ്തനായി. Next word. നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന. പക്ഷെ if you read in English in another word, it is written God who has dealt wondrously. അവിടെ എഴുതിയിരിക്കുന്ന വേർഡ് wondrously എന്ന്. What does mean by wondrously? വിചിത്രമായ എന്നതിന്റെ അർത്ഥം. അത്ഭുതമായ മലയാളത്തിൽ എഴുതിയ പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിയ എന്തോ വിചിത്രമായത്. That means he is going to do something different before he done. അവൻ നേരത്തെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി വിചിത്രമായി എന്തോ ഒരു കാര്യം ദൈവം ചെയ്യാൻ പോകുന്നു. That means he is going to do a supernatural thing. He never did it before. അവൻ നേരത്തെ ചെയ്യാത്ത എന്തോ സൂപ്പർ നാച്ചുറൽ ആയ ഒരു കാര്യം അവനോട് ചെയ്യാനായി പോകുകയാണ്. So that means I am going to see and God going to deal wondrously to me. ദൈവം ചില വിചിത്രമായ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാനായി പോകുന്നു. വിചിത്രം എന്ന് പറഞ്ഞാൽ സാധാരണ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് അത് വിചിത്രമാകുന്നത്. Amen. Yes. From the day of the Pentecost, people of the Israel started to see wonderful things. പെന്തക്കോസ്ത് നാൾ മുതൽ ഇസ്രായേൽ ജനം കണ്ടിരുന്നത് വിചിത്രമായ ചില കാര്യങ്ങളാണ്. Never, it's happened never before. അത് മുമ്പേ നടന്നിട്ടുള്ള കാര്യമായിരുന്നില്ല. Can I prophesy to you? ഞാൻ നിങ്ങളോട് പ്രവചിക്കട്ടെ. Supernatural things are going to come to you. അസാധാരണമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനായി പോകുന്നു. It happened never before. അത് ഒരിക്കലും മുമ്പേ നടന്നിട്ടുള്ള കാര്യമല്ല. Yes. He is going to deal wondrously with you. നിങ്ങൾ വിചിത്രമായ ചില കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് വരാനായി പോകുകയാണ്. Can you believe it? Yes. God is going to deal with you never before. ദൈവം മുൻപേ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ടല്ല നിങ്ങളോട് ഡീൽ ചെയ്യാൻ വരുന്നത്. Next word 27. And you shall know that I am in the midst of Israel. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നടുവിൽ ഉണ്ട് എന്ന്. The people of Trivandrum, people of India will say, oh really? Yes. Really Jesus is among you. ഈ തിരുവനന്തപുരം പട്ടണം കാണാനായി പോകുന്നു, ഈ രാജ്യം കാണാനായി പോകുന്നു. ശരിക്കും എന്റെ യേശു നിങ്ങളിൽ ജീവിക്കുന്നെന്ന്. From 2020 onwards, I am saying one word. 2020 മുതൽ ഞാൻ ഇത് പറയുന്നു. Pastor Chris also declare in this year the same thing. ഇതേ കാര്യം പാസ്റ്റർ ക്രിസ് ഈ വർഷം പറയാനിടയായി. I am going to separate the world and the man of the people of God. ദൈവ മനുഷ്യരെയും ലോക മനുഷ്യരെയും തമ്മിൽ ദൈവം വേർതിരിക്കാനായി പോകുന്നു. When
God separates you, ദൈവം നിങ്ങളെ വേർപിരിക്കുമ്പോൾ it has become a special to the world. അത് ലോകത്തിന് ഒരു സ്പെഷ്യൽ ആയിരിക്കും, ഒരു പ്രത്യേകതയുള്ളതായിരിക്കും. How many of you believe this year I'm going to enter to the separation from the world? എത്ര പേർക്ക് പറയാനായി സാധിക്കും ലോകത്തിൽ നിന്ന് ഈ വർഷം ഞാൻ വേർതിരിയപ്പെട്ട ഒരു വ്യക്തിയായി മാറ്റപ്പെടുകയാണെന്ന്? Say to your neighbor, get into the separation. പറഞ്ഞാട്ടെ, ആ വേർതിരിവിലേക്ക് കടന്നാട്ടെന്ന് അടുത്ത വ്യക്തിയോട് പറഞ്ഞാട്ടെ. God will show the difference between the world and the child of God. ദൈവ മനുഷ്യനെ കുറിച്ച് ലോകത്തെ കുറിച്ചുള്ള ഒരു വ്യത്യസ്തത ദൈവം ലോകത്തിന് കാണിക്കാൻ പോകുന്നു. Everyone know the Lord lives among us. Amen. എല്ലാവരും കാണാനായി പോകുന്നു ദൈവം നമ്മുടെ ഇടയിൽ ജീവിക്കുന്നെന്ന്. Yes. Are you following me? നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? Coming days I will go into deeper in that areas. ഞാൻ ആ കാര്യത്തിന്റെ ആഴങ്ങളിലേക്ക് വരുന്ന ദിവസം Verse പോകും. 18 to 27. 18 വാക്യം മുതൽ 28 വാക്യം വരെ. These are the things are going to happen in our churches. ഈ കാര്യങ്ങളാണ് ഈ സഭയിൽ ഈ വർഷം നടക്കാനായി പോകുന്നത്. Church of God, you are going to see that. ഈ സഭയെ നിങ്ങൾ അത് കാണാനായി പോകുന്നു. Hey, I want to say one more thing. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. It is not only for Jesus world. ഇത് ജീസസ് വേൾഡിന് വേണ്ടി മാത്രമുള്ളതല്ല. This is a season for the church. ഇത് സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള സീസൺ ആണ്. Every church is going to experience these things. എല്ലാ സഭയും ഇത് അനുഭവിക്കാനായി പോകുകയാണ്. If they are ignored, they can't experience. If they have a knowledge about it, they will get into it. Amen. ആരെങ്കിലും അതിനെ തള്ളിക്കളയുവാണെങ്കിൽ അവർക്ക് അത് അനുഭവിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആർക്കെങ്കിലും അതിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ അവരത് അനുഭവിക്കാനായി പോകുന്നു. God is positioning his church. Amen. ദൈവം തന്റെ സഭയെ യഥാസ്ഥാനപ്പെടുത്തുന്നു. When he started to do it, it started to do with his glory. ദൈവം തന്റെ സഭയെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ അവൻ തന്റെ മഹത്വം കൊണ്ടാണ് സഭയെ യഥാസ്ഥാനപ്പെടുത്തുന്നത്. Don't you know the church is already positioned when the church started? സഭ തുടങ്ങിയ സ്ഥലത്ത് സഭ യഥാസ്ഥാനപ്പെടുത്തിയെന്ന് നമുക്ക് അറിയത്തില്ലേ? I also believe that. ഞാനും അത് വിശ്വസിക്കുന്നുണ്ട്. But the church is not fully positioned equipped with the gift of God. ദൈവത്തിന്റെ ഗിഫ്റ്റ് കൊണ്ട് സഭ പൂർണ്ണമായി എക്വിപ്പ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ ഇവിടെ പറയാനിടയാകുന്നത്. In that time the Lord is good equipped with the church of Corinthia. The same way God is equipped and positioning his church. Amen. കൊരിന്ത്യ സഭ എങ്ങനെയാണോ ദൈവം എക്വിപ്പ് ചെയ്തത് അതേപോലെ ഈ സഭയെ ഈ അന്ത്യകാല സഭകളെ ദൈവം എക്വിപ്പ് ചെയ്യാനായി പോകുന്നു. God is positioning your ministry. നിന്റെ ശുശ്രൂഷയെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നു. That's why I call you for prophesying. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ പ്രവചിക്കുന്നത്. That's why I call you to do the prophetic ministry. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ പ്രവചിക്കാൻ വേണ്ടി വിളിച്ചത്. I want to teach you how to testify. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ സാക്ഷ്യം പറയാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. That's why I ask you to come into the small group to share your testimony and do the gift of God. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ചെറിയ കൂട്ടമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവിക അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി. God is preparing and positioning your ministry. ദൈവം നിന്റെ സ്ഥാനത്തെ നിന്റെ മിനിസ്ട്രിയെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. God is restoring your position. ദൈവം നിന്റെ സ്ഥാനത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നു. Three things. First thing, God is positioning the church. നിന്റെ സഭയെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നു. Positioning the ministry. നിന്റെ ശുശ്രൂഷയെ യഥാസ്ഥാനപ്പെടുത്തുന്നു. And positioning your life. നിന്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നു. Hallelujah. So when God positioning a church, ദൈവം ഒരു സഭയെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ before that God positioning the believers too. അതിനു മുമ്പ് ദൈവം തന്റെ വിശ്വാസികളെ യഥാസ്ഥാനപ്പെടുത്തും. So when God positioning a church, ദൈവ സഭയെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ God speak to the church. ദൈവം സഭയോട് സംസാരിക്കും. So that means those who are in the church, they have to listen to the word. എന്നുവെച്ചാൽ ആ സഭയിലായിരിക്കുന്നവർ ആ വാക്യങ്ങളെ കേൾക്കേണ്ടത് ആവശ്യമാണ്. Those who are listening to the truth, ആ സത്യങ്ങളെ ആരാണോ ശ്രദ്ധിക്കുന്നത്, this year we are going to see the manifestation. The same way. അവർ അതിന്റെ വെളിപ്പെടുത്തൽ കാണാനായി പോകുന്നു. In the same way, those who are believing, ആരൊക്കെയാണോ അത് വിശ്വസിക്കുന്നത്, listen to me very carefully. എന്നെ വളരെ ശ്രദ്ധയോടെ കേട്ടാട്ടെ. Those who are listening and started to do the word what God spoke to the church,
നിങ്ങൾ ആരൊക്കെയാണ് അത് ശ്രദ്ധയോടെ കേട്ട് അത് അനുസരിക്കാൻ ഇടയാകുന്നത്, സഭയോട് ചെയ്യാൻ ഇടയാകുന്നത്, സഭയോട് പറഞ്ഞ കാര്യങ്ങൾ, they will see the positioning. അവിടെ യഥാസ്ഥാനപ്പെടുത്തുന്നത് കാണാനിടയാകും. Do you know one thing? ഒരു കാര്യം നിങ്ങൾക്ക് When അറിയാമോ? God spoke to the servants, those who are laboring there in the marriage house, കല്യാണ വീട്ടിലായിരിക്കുന്ന വേലക്കാരോട് God ministering to them, fill the jars. അവരുടെ ആ കൽഭരണികൾ നിറയ്ക്കാൻ പറഞ്ഞു. We know the water changed to wine. നമുക്കറിയാം വെള്ളം വീഞ്ഞായെന്ന്. Do you know where the glory began? എവിടെയാണ് മഹത്വം വെളിപ്പെട്ടതെന്ന് നിങ്ങൾക്ക് അറിയാമോ? When they fill the water, that when they started to do what God spoke to them, the glory began. എപ്പോഴാണോ ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് ആ കൽഭരണിയിൽ അവർ വെള്ളം നിറയ്ക്കാൻ തുടങ്ങിയോ, അപ്പോൾ അവിടെ മഹത്വം വെളിപ്പെടുവാനിടയായി. Can I prophesy to you? ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയട്ടെ, When you ready to do the word, the glory, you are getting to the word of glory. നിങ്ങൾ എപ്പോഴാണോ പറയുന്ന വാക്കുകൾ ചെയ്യാനായി പ്രവർത്തിക്കാൻ റെഡിയാണെങ്കിൽ അപ്പോൾ മഹത്വം നിങ്ങളെ വെളിപ്പെടുവാൻ തുടങ്ങും. Doing the word means getting into the glory. നിങ്ങൾ വചനം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്നത്. Can I repeat? Doing the word means getting into the glory of God. വചനത്തിന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ മഹത്വത്തിലേക്ക് കയറുക എന്നുള്ളതാണ്. Can you give a clap offering to the Lord? ദൈവത്തിന് കരങ്ങൾ അടിച്ചാട്ടെ. Give a praise offering to the Lord. സ്തുതിയെ പറഞ്ഞാട്ടെ. Say, Lord, I am the doer of the word. ഞാൻ വചനം ചെയ്യുന്നവനായിരിക്കും കർത്താവ് എന്ന് പറഞ്ഞാട്ടെ. Listen, if you read Exodus chapter 40 verse 15 onwards, 40-15 മുതൽ we can see Moses saw everything is cleared and settled. മോശയ്ക്ക് എല്ലാം ക്ലിയർ ആയി കാണാനും അത് സെറ്റിൽ ആയിരിക്കുന്നു മനസ്സിലായി. Everyone, the laborers said to Moses, everything is perfect and finished. സെർവൻസ് എല്ലാവരും പറഞ്ഞു എല്ലാം പെർഫെക്റ്റും പൂർണ്ണമാണെന്ന് പറയാനിടയായി. He get into the tabernacle for dedication. അവൻ സമാഗമന കൂടാരത്തിൽ ഡെഡിക്കേഷന് വേണ്ടി കടന്നപ്പോൾ, In other word, Moses positioned the tabernacle. മോസസ് സമാഗമന കൂടാരം യഥാസ്ഥാനപ്പെടുത്തി. What happened, you know? എന്താ സംഭവിച്ചെന്നറിയാമോ? The Shekinah started to manifest. ആ ഷെക്കേന അവിടെ വെളിപ്പെടുവാനായി തുടങ്ങി. When positioned, Shekinah manifest. എപ്പോഴാണോ നീ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുന്നത്, ഷെക്കേന നിന്നിൽ മാനിഫെസ്റ്റഡ് ആകാൻ തുടങ്ങുക. എപ്പോഴാണോ സഭ ഒന്ന് യഥാസ്ഥാനപ്പെടുന്നത്, അപ്പോൾ ഷെക്കേന മാനിഫെസ്റ്റഡ് ആകാൻ In തുടങ്ങുക. another word, how can you position yourself? എങ്ങനെയാണ് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നത്? Through the word. വചനത്തിലൂടെ. That means when you started to do the word, you are positioning yourself. നീ എപ്പോഴാണോ വചനം ചെയ്യാനായി തുടങ്ങുന്നത്, അത് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുകയത്രേ ചെയ്യുന്നത്. that means you are getting to the glory of God. എന്ന് വെച്ചാൽ നീ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. I am excited. ഞാൻ എക്സൈറ്റഡ് ആണ്. I never be the same. Amen. ഞാൻ പഴയതുപോലെ I ആയിരിക്കത്തില്ല. live excellent. ഞാൻ എക്സലന്റ് ആയി I live in ജീവിക്കും. excellent. ഞാൻ എക്സലന്റ് ആയി I live in ജീവിക്കും. excellent. ഞാൻ എക്സലന്റ് ആയി ജീവിക്കും. Full of glory. മഹത്വത്തിന്റെ പൂർണ്ണതയിൽ. ദൈവവചനത്തെ അനുസരിച്ച് അവൻ്റെ മഹത്വത്തെ അനുഭവിച്ചാട്ടെ. ആ മഹത്വം എന്ന് പറയുന്നത് അത് ശ്രേഷ്ഠതയെ കാണിക്കുകയാണ്. ജാതികളുടെ മഹത്വത്തെ നിങ്ങളിൽ ആക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അവൻ നിങ്ങളെ ഉയർത്തുന്ന ശ്രേഷ്ഠതയാണ് കാണിക്കുന്നത്. എല്ലാ വിധത്തിലും മഹത്വത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. തോമസ് കോശി ബ്രദർ നമുക്കെല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ലീഡറാണ്. കുടുംബമായി അവരെല്ലാവരും ചർച്ചിൽ ആക്റ്റീവായിരിക്കുന്നു. ബ്രദറിന് വേണ്ടിയിട്ട് കർത്താവ് ചെയ്ത കാര്യങ്ങൾ പറയാമോ ബ്രദറെ? 2015 മുതൽ എനിക്ക് അസിഡിറ്റി ഉണ്ടായിരുന്നു. നെഞ്ചിരിച്ചിൽ, ചില ആഹാരങ്ങളൊന്നും കഴിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഈ ഫെർമെൻറ്റഡ് ഫുഡ്, പുളിപ്പിച്ച ആഹാരം, ദോശ, ഇഡലി, പുട്ട്, ഇങ്ങനെ അപ്പം, പിന്നെ എരിവുള്ള ആഹാരം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ആദ്യം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ SUT വന്നു. കഴിഞ്ഞ് വീണ്ടും മാറാനായപ്പോൾ ഗ്യാസ്ട്രോ സെൻറ്റർ മുറിഞ്ഞപാലത്ത് അവിടെ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തു.
എന്നിട്ട് മെഡിസിൻ കഴിക്കാതെ ഈ അസുഖം മാറുന്നില്ല. എന്നും ഓരോ ടാബ്ലറ്റ് ബിഫോർ ഫുഡ് കഴിക്കണമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു മാസം ആയപ്പോഴത്തേക്ക്, കഴിഞ്ഞ ഒരു മാസം മുമ്പ് മെഡിസിൻ കഴിച്ചിട്ടും ഈ അസിഡിറ്റി നിൽക്കുന്നില്ല. മെഡിസിൻ കഴിച്ചിട്ടും അസിഡിറ്റി മാറുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ജോൺ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ജോൺ ബ്രദർ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സൗഖ്യമായിട്ടുണ്ട്, നെക്സ്റ്റ് വീക്ക് വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ മൺഡേ മുതൽ മെഡിസിൻ കഴിക്കുന്നില്ല. അതുപോലെ തന്നെ വെളിയിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വെനസ്ഡേയിൽ നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു തിരുവല്ലയിൽ. അപ്പോൾ ഈ വഴിക്ക് രാവിലെ 3 നേരം പുറത്തുനിന്ന് ആഹാരം കഴിച്ചത്. എനിക്കൊരു പ്രശ്നമുണ്ടായില്ല. ഇന്ന് കഴിഞ്ഞൊരു ആഴ്ചയിൽ നമ്മുടെ സാധാരണ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്, എല്ലാം ഓയിലി ഫുഡ് കഴിക്കുന്നുണ്ട്, എരി ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം കഴിക്കുന്നുണ്ട്. എനിക്കൊരു പ്രശ്നമില്ല. അസിഡിറ്റി കേൾക്കുമ്പോൾ ചെറുതാണെങ്കിലും അനുഭവിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വഴിക്ക് നല്ല ആഹാരം മുമ്പിൽ വരും, അത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിക്കാൻ സാധിക്കത്തില്ല. കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ പ്രശ്നമാകും. അങ്ങനെയുള്ള അവസ്ഥ വർഷങ്ങളോളം കൊണ്ടു നടന്നു. പക്ഷേ കർത്താവിന് അത് സൗഖ്യമാക്കാൻ ഒരു നിമിഷം മതിയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ജോൺ ബ്രദർ പറഞ്ഞു അത് സൗഖ്യമായിട്ടുണ്ട്. യേശു അത് ചെയ്തു. ഇന്ന് ആരോഗ്യത്തോടെ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാ ആഹാരവും കഴിക്കാവുന്ന അവസ്ഥയിലായിരിക്കുന്നു. ഇതുപോലെയുള്ള ഉള്ളവരുണ്ടെങ്കിൽ ഇന്ന് ദൈവമേ എനിക്കും അതിനകത്ത് വിടുതൽ തരികയാണ്. നിങ്ങൾ വിശ്വസിക്കണം, അത് പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഓക്കെ ബ്രദറെ, കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തല്ലോ. താങ്ക് യു. കർത്താവിൻ്റെ കൃപയെ വർണ്ണിക്കുവാൻ നമ്മുടെ മധ്യേ ഉള്ളത് അനൂപ വത്സലനാണ്. വെണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും നമ്മൾ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു നമ്മൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ. പെട്ടെന്ന് വയറുവേദനയും വയറൊരു കട്ടിയായിരുന്നു ഒരു സൈഡ്. എത്ര കാലം മുമ്പായിരുന്നു അത്? പെട്ടെന്നായിരുന്നു വന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വന്നത് എത്ര ദിവസം മുമ്പാണ് ആദ്യമായിട്ട് വന്നത്? ഒരു മാസം മുമ്പ് ആദ്യമായിട്ട് വയറിന് വേദന വന്നു. ഓക്കെ. അപ്പോൾ സഹിക്കാൻ വയ്യാത്ത വേദന. അപ്പോൾ ഗൈനക്കോളജി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അവർ സ്കാൻ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. സർജറി കാണിക്കാൻ പറഞ്ഞു. സർജറി കാണിച്ചപ്പോൾ അംബ്ലിക്കൽ കോഡ് ഹെർണിയ എന്നാ പറഞ്ഞത്. അംബ്ലിക്കൽ കോഡിന് ഹെർണിയ. അംബ്ലിക്കൽ ഹെർണിയയും മസിൽ ഗ്യാപ്പും ഉണ്ടെന്ന് പറഞ്ഞു. അത് രണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയിൽ വേറൊരു ഡോക്ടറെ കാണിച്ചപ്പോഴും അവരും സർജറി ഡോക്ടർക്കാണ് എഴുതിയത്. അപ്പോൾ ഞാൻ വേറെ വീട്ടിൽ വന്നിട്ട് ബ്രദറിനെ വിളിച്ചു, മെസ്സേജ് അയച്ചപ്പം ബ്രദർ ഭാരപ്പെടേണ്ട, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് തൊട്ട് വേദന കുറഞ്ഞു. അടുത്ത സൺഡേ വന്ന് ബ്രദറിനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി വേണ്ട, വെയിറ്റ് എടുക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ 2 മക്കളെയും എടുക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നും ഒരു പ്രശ്നമില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇത്ര നല്ല ദൈവമാണ്. അംബലിക്കൽ കോഡിൽ ഹെർണിയ വന്നാലും അസിഡിറ്റി വന്നാലും ശ്വാസം മുട്ടൽ വന്നാലും പനി വന്നാലും എന്ത് വന്നാലും നമുക്കെല്ലാത്തിനും പറ്റിയ ഒരു വൈദ്യനുണ്ട്. നമ്മളൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എത്ര സ്പെഷ്യലിസ്റ്റുമാരെ കാണണം അല്ലേ? കാലിന് ഒരു അസുഖം ഉണ്ടെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ്, ഹാർട്ടിന് വേറെ സ്പെഷ്യലിസ്റ്റ്, ലങ്സിന് വേറെ സ്പെഷ്യലിസ്റ്റ്. പക്ഷെ നമുക്ക് ഈ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരിടത്ത് പോയാൽ മതി. ആ വൈദ്യൻ്റെ പേര് യേശു എന്നാണ്. ഈസ് ദ ഡിവൈൻ ഹീലർ. ഏത് രോഗത്തെയും കർത്താവ് സൗഖ്യമാക്കും. ഒന്നാലോചിച്ച് നോക്കിയേ, ഇതുപോലെ ചെറിയ പ്രായത്തിലുള്ള ഒരാൾക്ക് ഇത്തരം ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്തൊരു ഭാരമായിരിക്കും, കുടുംബാംഗങ്ങൾക്ക് എന്തൊരു വിഷമമായിരിക്കും. പക്ഷേ കർത്താവ് നമ്മുടെ വേദനകളെ കാണുന്നവനാണ്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നവനാണ്. കരങ്ങളടിച്ച് ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവജനത്തിൻ്റെ നിറവിനായി, അത്ഭുതങ്ങൾക്കായി, പ്രവൃത്തികൾക്കായി നന്ദി പറയാം. ദൈവജനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ദൈവത്തിൻ്റെ വചനം സംസാരിച്ചിടത്തൊക്കെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് അതിനെ ഉറപ്പിച്ചു എന്ന്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ ദൈവം ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ, അതിൻ്റെ മാറ്റമില്ലാത്തതിനെ ദൈവം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ മുൻപിലായിരിക്കുന്ന സാഹചര്യങ്ങൾ, പ്രയാസങ്ങൾ, മനസ്സിനെ പിരിമുറുക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, മുൻപോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ബലഹീന വേദനയുടെ സാഹചര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇവരുടെ ജീവിതത്തിൽ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള ബലമുണ്ടാകട്ടെ അപ്പ. അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള ബലമുണ്ടാകട്ടെ അപ്പ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പ. ഈ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ അപ്പ. ഈ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ അപ്പ. നന്ദി പറയുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ. അവിടുത്തെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പ. അവിടുത്തെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ അപ്പ. ഹല്ലേലൂയ. നന്ദി യേശുവേ,
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, ഡെയിലി വേജസിന് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയെ കാണാം. തന് മുൻപിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, പക്ഷേ പലതും ശ്രമിച്ചിട്ടും അതിനി നടക്കുമോ എന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കുന്നത്. പലപ്പോഴും ട്രൈ ചെയ്യുക, അത് ലഭിക്കുമെന്ന്. പക്ഷേ ചിലപ്പോഴെങ്കിലും മനസ്സിടിഞ്ഞിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു വ്യക്തിയെ കാണാൻ, ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ലൈഫിൽ നടക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയെ. കർത്താവേ, അപ്പാ, നിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ കൃപയ്ക്കായി സ്തോത്രം. ദൈവജനത്തിൽ ഒരു വാക്യമുണ്ട്, നിന്റെ അധ്വാന ഫലത്തെ നീ ഭക്ഷിക്കുമെന്ന്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കൃപയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നാ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. കർത്താവെ, ആ വ്യക്തിയുടെ ലൈഫിൽ അവിടുന്ന് ചെയ്യുന്ന ആ ശ്രേഷ്ഠതയ്ക്കായി സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ. ചില നന്മകൾ തൻ്റെ കൈകളിൽ വരട്ടെ അപ്പാ, സ്വന്തമാക്കട്ടെ അപ്പാ, സ്വന്തമാക്കട്ടെ അപ്പാ. നിന്റെ കൃപയ്ക്കായി നന്ദി അപ്പ. ഈ കുടുംബങ്ങളെല്ലാം അവിടുത്തെ അത്ഭുതം ചലിക്കട്ടെ അപ്പാ, ഈ കുടുംബങ്ങളെല്ലാം അവിടുത്തെ അത്ഭുതം ചലിക്കട്ടെ അപ്പാ. നടുവിൻ്റെ 2 സൈഡും കഴപ്പും വേദനയുമായിരിക്കുന്ന ഒരു വ്യക്തി എന്നെ കാണുന്നുണ്ട്. ആ ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ, അത് സൗഖ്യമാകുന്നത് കാണാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ആ ശരീരത്തിൽ ചലിക്കട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ അത് ചലിക്കട്ടെ അപ്പാ. അതായത് ഈ കുടുംബങ്ങളിലെല്ലാം അത്ഭുതങ്ങളുണ്ടാകട്ടെ, ഈ കുടുംബങ്ങളിലെല്ലാം അത്ഭുതങ്ങളുണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. വലിയ അനുഭവങ്ങളിലും കർത്താവിനുള്ള ബന്ധത്തിലും ഒക്കെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.